അനശ്വര ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പ്രതിമ സ്ഥാപിക്കാനൊരുങ്ങി ഗായകരുടെ കൂട്ടായ്മ. ശില്പി ഉണ്ണി കാനായി നിർമ്മിക്കുന്ന പ്രതിമയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പാലക്കാട് രാപ്പാടി ഉദ്യാനത്തിലാണ് പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുന്നത്. മലയാള പിന്നണി ഗായകരുടെ കൂട്ടായ്മയായ സമത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുന്ന പ്രതിമയുടെ അവസാന മിനുക്കുപണികളിലാണ് ശില്പി ഉണ്ണി കാനായി. പാലക്കാട് രാപ്പാടി ഉദ്യാനത്തിൽ സ്ഥാപിക്കുന്ന പ്രതിമയ്ക്ക് 10 അടി ഉയരമുണ്ട്. മെയ് ആദ്യവാരത്തിലാകും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രിയ ഗായകൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പൂർണ്ണകായ പ്രതിമ രാപ്പാടി ഉദ്യാനത്തിൽ സ്ഥാപിക്കുക. ആദ്യം കളിമണ്ണിലാണ് ഈ ശില്പം നിർമ്മിച്ച് അതിൻ്റെ മാതൃക ഉണ്ടാക്കി 10 അടി ഉയരത്തിൽ നിർമ്മിച്ച ശേഷം അതിനെ പ്ലാസ്റ്റർ പേഴ്സൺ മോൾഡ് എടുത്ത ശേഷമാണ് മെറ്റൽ ഗ്ലാസ്സിലേക്ക് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ കളിമണ്ണ് ശില്പം വിലയിരുത്താൻ സംഘടനയുടെ ഭാരവാഹികൾ കാനായിലെത്തി. അവർക്ക് വളരെ സന്തോഷപൂർവ്വം അതിൻ്റെ ബാക്കി തുടർ നടപടികളിലേക്ക് അവർ അതിൻ്റെ അംഗീകാരം നൽകുകയാണ്. അതിനുശേഷമാണ് കാസ്റ്റിംഗ് ജോലിയൊക്കെ നടന്നത്. SPBയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ SPBയുടെ ചിത്രം മനസ്സിൽ നല്ലോണം പതിഞ്ഞതുകൊണ്ട് കൂടുതൽ ചിത്രങ്ങൾ നോക്കേണ്ടി വന്നില്ല. പ്രതിമ സ്ഥാപിക്കുന്നതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പാലക്കാട് നടന്നു. വിജയ് യേശുദാസ്, സുദീപ് കുമാർ തുടങ്ങി സമം സംഘടനയിൽപ്പെട്ട ഗായകർ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ബോർഡർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ തമിഴ് പാട്ടുകളുടെ ആസ്വാദകരുണ്ട്. അപ്പോൾ SPBയെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം മലയാളം പാട്ടുകൾ പാടി നമ്മളെ ഹൃദയത്തിൽ കയറിയതിനൊപ്പം തന്നെ നമ്മൾ മലയാളികൾക്ക് തമിഴെന്നോ ഹിന്ദിയെന്നോ ഇല്ലല്ലോ, നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഷയിലുള്ള പാട്ടുകളും കേൾക്കാൻ ആസ്വദിക്കുന്നവരുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു 2 സംസ്കാരങ്ങളുടെ ഒരു സംഗമ ഭൂമി എന്നുള്ള രീതിയിൽ കൂടി SPBയുടെ പ്രതിമ പാലക്കാട് വരുന്നതായിരിക്കും ഉചിതം എന്ന് തോന്നി. SPBക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ജില്ല ഒരുപക്ഷെ പാലക്കാടായിരിക്കാം. SPBയുടെ ഓർമ്മകൾ നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിൽ പ്രിയ ഗായകനെ അനുസ്മരിച്ച് ഗായകരുടെ ഗാനാർച്ചനയും നടന്നു. ന്യൂസ് മലയാളം, പാലക്കാട്.